ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് ഏട്ടക്കറി കൊണ്ടുവെക്കാം. അതിനുവേണ്ടി ഒരു 2 കിലോ തൂക്കമുള്ളൊരു ഏട്ട നല്ലപോലെ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല നല്ല കഷ്ണങ്ങളാക്കിയിട്ട് കണ്ടില്ലേ, നല്ല നല്ല കഷ്ണങ്ങളാക്കി നമ്മൾ എടുത്തിവിടെ വെച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ അങ്ങോട്ട് മുളകിട്ട് നല്ലൊരു ഷാപ്പ് കറി രീതിയിലാണ് നമുക്ക് അങ്ങോട്ട് റെഡിയാക്കണം. അപ്പോൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു മീഡിയം സൈസിലൊരു ഇഞ്ചി ചതച്ചത്, അതുപോലെ തന്നെ ഒരു 10 കഷ്ണം വെളുത്തുള്ളി ചതച്ചത്, 2 തണ്ട് കറിവേപ്പില നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 കുടംപുളി അതിൻ്റെ പുളിയൊക്കെ കൊണ്ടിറങ്ങാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അന്നേരം നമ്മുടെ ഏട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നല്ലപോലെ അങ്ങോട്ട് ചൂടായിട്ട് ചട്ടി. അന്നേരം ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ചട്ടിയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനിയും വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു 2-2.5 സ്പൂൺ അങ്ങോട്ട് വെളിച്ചെണ്ണ നമുക്ക് കൊണ്ട് ഒഴിച്ചു കൊടുക്കണം. മീൻ അല്പം കൂടുതലുള്ളതുകൊണ്ടാണ് അല്പം വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്നത്. അന്നേരം നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 സ്പൂൺ കടുക് കൊണ്ടിട്ട് പൊട്ടിക്കാം. കടുകിൻ്റെ കൂടെ ഒരു 2 നുള്ള് ഉലുവയും കൂടെ. അങ്ങനെ കടുക് എല്ലാം ഒന്ന് പൊട്ടി ഉലുവയെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കൊണ്ട് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയെ കൊണ്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് വഴറ്റി എടുക്കണം. ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ കിടന്നുകൊണ്ട് വഴന്ന കിട്ടുക. അന്നേരം ആ കറിവേപ്പിലയുടെ മണമൊക്കെയാണ് ഇഞ്ചി വെളുത്തുള്ളിയിലൊക്കെ നിൽക്കുന്നത്. അത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിയേറ്റങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കണം. ആദ്യം മഞ്ഞപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് കൊടുക്കണം. അന്നേരം നമ്മുടെ ഉള്ളിയിലൊക്കെ ആ മഞ്ഞപ്പൊടിയൊക്കെ ഒന്ന് പിടി. എന്നിട്ട് നമുക്ക് മുളക് പൊടി കൊണ്ട് ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കൊരു 1, 2, 3, 4 ഒരു 4.5 സ്പൂണ് കാശ്മീരി മുളക് പൊടി. മീനൊരു 2 കിലോയോളം ഉള്ളത് കൊണ്ടാണ് നമ്മളൊരു 4.5 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ലപോലെ ഇളക്കി കൊണ്ട് കൊടുക്കാം. ഇളക്കി കൊടുത്ത് അതിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറി വരും. ഇവിടെ ഒരു അല്പം ഉലുവാപ്പൊടി ഇടും. ഉലുവ നേരത്തെ നമ്മൾ ഇട്ട് കൊടുത്തതാണ്. അതുകൊണ്ട് അല്പം ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊണ്ട് മിക്സ് ചെയ്യാം. അങ്ങനെ പൊടിയെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന ആ കുടംപുളിയും വെള്ളം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കും. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊണ്ട് മിക്സ് ചെയ്യണം. എന്നിട്ടൊരു കപ്പ് വെള്ളം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊണ്ട് കൊടുക്കാം. അരപ്പൊക്കെ ഒന്ന് വെന്ത് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിയട്ടെ. എന്നാലും നമ്മുടെ മീനിൻ്റെ അരപ്പിൻ്റെയൊക്കെ എണ്ണയൊക്കെ എല്ലാം ഒന്ന് തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. മീൻ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് നല്ലപോലെ ഇളക്കി അങ്ങോട്ട് കൊടുത്ത് നല്ലപോലെ അങ്ങോട്ട് തിളപ്പിച്ച് കൊണ്ട് കൊടുക്കും. ആവശ്യത്തിന് ഉപ്പ് കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇനി നമുക്കിത് നല്ലപോലെ അടച്ചു വെച്ച് അങ്ങോട്ട് തിളപ്പിക്കാം. ഇനി നമുക്കത് അടച്ചങ്ങോട്ട് വെച്ചാൽ നല്ലപോലെ അങ്ങോട്ട് തിളപ്പിക്കാം. അതുപോലെ മീനിൻ്റെ അരപ്പൊക്കെ നല്ലപോലെ അങ്ങോട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ കൊണ്ട് പറക്കി കൊണ്ടിടാം. അങ്ങനെ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് കൊടുക്കണം. മീനെല്ലാം ഒന്ന് ഗ്രേവിയിലെല്ലാം ഒന്ന് മുങ്ങി കിടക്കത്തക്ക രീതിയിൽ ഇളക്കി കൊണ്ട് കൊടുക്കാം. അങ്ങനെ മീനെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് നല്ലപോലെ അടച്ചു വെച്ചുകൊണ്ട് വേവിക്കാം. നല്ലപോലെ ഇതങ്ങോട്ട് വേവട്ടെ. വെന്ത മീനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ആ ഉപ്പ് എരിയൊക്കെ അങ്ങോട്ട് പിടിക്കട്ടെ.
കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. എന്നാലും അതിന് നല്ല എരിയുള്ള കാശ്മീരി മുളക് പൊടിയാണ്. അതിന് വേറെ എരിയുള്ള മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അടച്ചുകൊണ്ട് വെച്ച് ഇവരെ നല്ലപോലെ കൊണ്ട് നമുക്ക് വേവിച്ചുകൊണ്ടെടുക്കാം. എന്നിട്ട് നമ്മുടെ മീൻ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നൊന്ന് നോക്കാം. നമ്മുടെ മീനൊക്കെ എല്ലാം ഒന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇളക്കി അങ്ങോട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് അങ്ങോട്ട് വെക്കണം. ഇനി വീണ്ടും നമുക്ക് അടച്ചുകൊണ്ട് വെക്കാം. ഇരുന്ന് അങ്ങോട്ട് നല്ലപോലെ അങ്ങോട്ട് വെന്തങ്ങോട്ട് നമ്മുടെ ഷാപ്പ് കറി അങ്ങോട്ട് റെഡിയാവട്ടെ. ഇടയ്ക്ക് അന്നേരം നമ്മുടെ മീൻകറിയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീൻകറിയൊക്കെ ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പൊക്കെ പാകത്തിനാണ്. ഉപ്പ്, പുളി, എരിവൊക്കെ നല്ല പരുവത്തിന് തന്നെയുണ്ട്. ഇനി ഒരല്പസമയം കൊണ്ടിരുന്ന കൊണ്ട് വേഗട്ടെ. അതിന് മുമ്പായിട്ട് നമുക്ക് അല്പം കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. സാധന മേമ്പൊടിയായിട്ട് അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് എണ്ണ ഇളക്കി അങ്ങോട്ട് കൊടുത്ത് അല്പം കൂടെ ഒന്ന് റെഡിയാകും. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഷാപ്പിലെ നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല ഗ്രേവിയൊക്കെ നല്ല സെറ്റ് ഗ്രേവിയാണ്. നമുക്കിനി ഒരു 5 മിനിറ്റ് കൊണ്ട് അടച്ചുകൊണ്ട് വെക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ഷാപ്പ് രീതിയിലുള്ള നമ്മുടെ മുളകിട്ട മീൻകറി ഇവിടെ റെഡിയാവും. നല്ലപോലെ വെന്ത് കുറുകി നല്ല സെറ്റപ്പ്. ഇനി ഒരു 5 മിനിറ്റ് കൂടെ അങ്ങോട്ട് ഇരിക്കട്ടെ. എന്നാൽ ഇനി നമ്മുടെ മീൻകറിയൊക്കെ അങ്ങോട്ട് തുറന്നു നോക്കാം. അന്നേരം നമ്മുടെ മീൻകറിയൊക്കെ ഏകദേശം നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ അങ്ങോട്ട് തെളിഞ്ഞ് നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഷാപ്പ് രീതിയിലുള്ള നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുടംപുളിയൊക്കെ ഇട്ട് മുളക് മാത്രം ചേർത്തുള്ള നമ്മുടെ ഷാപ്പിലെ മീൻകറി നല്ല കിടിക്കാച്ച് ടേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇവരങ്ങോട്ട് ഇരുന്നങ്ങോട്ട് തണുത്ത് കുറുകും തോറും ടേസ്റ്റ് അങ്ങോട്ട് കൂടി ഓടുകയും നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഷാപ്പ് സ്റ്റൈലുള്ള മീൻകറി